ടോണി കെ ബേബി പ്രതിപക്ഷ നേതാവ് കൂടി ഇതിൽ രക്ഷാധികാരിയുടെ റോളിലുണ്ട്. കോൺഗ്രസിന്റെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? കോൺഗ്രസ് പക്ഷേ നിലപാട് പറഞ്ഞിരുന്നു. സംശയത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ വീക്ഷിക്കുന്നത് അയ്യപ്പ സംഗമത്തെ. പക്ഷേ BJPയും പരിവാർ സംഘടനകളും ഉന്നയിക്കുന്ന അതേ വാദമാണോ നിങ്ങൾക്കുമുള്ളത്? പിണറായി വിജയൻ സർക്കാരിന്റെ അയ്യപ്പ ഭക്തരോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കണ്ടിട്ട് സാക്ഷാൽ അയ്യപ്പസ്വാമി തന്നെ ഇപ്പോൾ അത്ഭുത പ്രദന്തനായി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞങ്ങളുടെ നിലപാട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി അതിനെ ഞങ്ങൾ സംശയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. അത് കോൺഗ്രസ് മാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിന്റെ ശബരിമലയോടുള്ള സമീപനത്തെ, ആ ഉദ്ദേശശുദ്ധിയെ ഇന്ന് നോക്കിക്കാണുന്നത്. കാരണം ലോകമെമ്പാടുമുള്ള, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ ഹൃദയത്തില് ആ മുറിവ് ഇപ്പോഴും അയച്ചു കളയാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ അയ്യപ്പ ഭക്തരോടുള്ള, ശബരിമലയോടുള്ള നിലപാട് എന്താണെന്നുള്ളത് വളരെ അസന്നിഗ്ധമായി ഇവിടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ സർക്കാർ കാണിച്ചു തന്നിട്ടുണ്ട്. ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വന്നതായി ഒന്നും ഇതുവരെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിലപാട് മാറ്റിയതല്ലേ പിന്നെയുള്ള തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുകയും അതിനുശേഷം ഓരോ വീടുകളിലും ചെന്ന് തന്നെ ഇതിന്മേലുള്ള എന്താണ് നിലപാട് എന്ന കാര്യം വിശദീകരിച്ചിട്ടുള്ളതുമല്ലേ ശ്രീ റോണി കെ ബേബി? അത് നമുക്ക് പൊതുസമൂഹത്തിനും വ്യക്തമാണല്ലോ. യുവതീ പ്രവേശനത്തിലുള്ള കടുംപിടുത്തം സർക്കാർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 2018 കേസുകളിൽ പ്രതികളായിട്ടുള്ള 1000-ഓളം കേസുകളാണ് സർക്കാർ കേരളത്തിലെമ്പാടും ചുമത്തിയിട്ടുള്ളത്. ആ കേസുകളൊക്കെ പിൻവലിച്ച് നിരുപാധികം മാത്രം പറയാമോ? ഞങ്ങൾ ഒരു കണ്ടീഷൻ വയ്ക്കുക. ഈ സർക്കാരിന്റെ ഇതിലുള്ള ഉദ്ദേശശുദ്ധി ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ, സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ശബരിമലയുടെ നന്മയും ക്ഷേമവും മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ, ശബരിമലയിലേക്ക് എത്തുന്ന കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ നന്മ മാത്രമാണ് സർക്കാരിന് മുമ്പിലുള്ളതെങ്കിൽ, അയ്യപ്പ ദർശനം ലോകമെമ്പാടും എത്തിക്കുവാനാണ് സർക്കാർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് ആ കേസുകൾ പിൻവലിച്ച് അന്ന് ഈ അയ്യപ്പ ഭക്തിക്ക് വേണ്ടി, ആ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവൻ വരെ കളയുവാൻ, ത്യജിക്കുവാൻ തയ്യാറായി നിന്ന് ആ വിശ്വാസത്തിന് വേണ്ടി പോരാടിയ, അതിനുവേണ്ടി മുറിവേറ്റ ആളുകളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കണം. അതാണ് ഇവിടെ സർക്കാർ ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ ഒരു പരാമർശവും അങ്ങനെയാണ് രാഹുലിനെതിരെ ഇപ്പോഴും കേസുണ്ട്. രാഹുലുണ്ട്.